നിങ്ങളുടെ ഉലമാക്കൾക്ക് സ്വാധീനമില്ലാത്തതുകൊണ്ട് ആ പണ്ഡിത സഭയുടെ തലപ്പത്ത് കയറിയിരുന്ന ചില ബിദഈകളുണ്ട്. ആ ബിദഈകൾ നിങ്ങളറിയാതെ നിങ്ങളെ ബിദഅത്തിലേക്ക് കൊണ്ടുപോകുന്നു. മുസ്ലിങ്ങളെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണമെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങളിലെ ഉലമാക്കൾ നല്ലവരാണ്, അവർക്കൊക്കെയും അല്ലാഹു സുന്നത്തി ജമാഅത്തിന്റെ പേരിൽ ആലിമീങ്ങൾ ഐക്യപ്പെടാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. നിങ്ങളെ സമസ്തയിലെ ഉലമാക്കളെ നിശബ്ദരാക്കി, അതുപോലെ നിഷ്കളങ്കരായ നിങ്ങളുടെ മനസ്സിൽ അന്ധമായ കാന്തപുരം ഉസ്താദിനോടുള്ള വിരോധം കുത്തിവെച്ച് നിങ്ങളെ ചിലർ കൊണ്ടുപോകുന്നത് എവിടെ കാണുന്നറിയുമോ? ബിദഅത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചു പറയുന്നതല്ല, നിങ്ങളെ നിസ്സാരപ്പെടുത്താൻ പറയുന്നതല്ല, അറിയാതെ നിങ്ങൾ ആ അബദ്ധത്തിൽ പെട്ടുപോകാതിരിക്കാൻ പറയുന്നതാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഹബീബ് സാധാരണ മനുഷ്യനാണെന്ന് ഈ രാജ്യത്ത് ബിദഈകൾ വന്ന് പ്രസംഗിച്ചപ്പോ അതിനെ റദ്ദ് ചെയ്യാനാണ് വരക്കൽ തങ്ങൾ സമസ്ത ഉണ്ടാക്കിയത്. ആ ദൗത്യത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യയിലുണ്ട്. അത് ഖമറുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതിന് ഞങ്ങൾക്ക് ആരും തെറി പറയേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന മനുഷ്യന്റെ അതേ ഭാഷയിൽ ശംസുൽ ഉലമയുടെ പേര് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സമസ്തയിലെ ഉലമാക്കളെ നിശബ്ദരാക്കി, ആ ഉലമാക്കളുടെ വോയിസ് നഷ്ടപ്പെടുത്തി, ആ പണ്ഡിത സഭയുടെ നേതൃത്വം ഹൈജാക്ക് ചെയ്ത ചില ആളുകൾ സമസ്തയുടെ പേര് പറഞ്ഞുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരിയുടെ ആശയം പ്രചരിപ്പിക്കുന്നു എന്നത് നിങ്ങളുടെ ഈമാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം ഞങ്ങൾ പറയുന്ന കാര്യമാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, മറുഭാഗത്ത് നമ്മുടെ സഹോദര സംഘടനയായ SKSSF ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സുന്നി അഫ്കാറിന്റെ കോപ്പിയാണ്. ആ സുന്നി അഫ്കാറിൽ അവർ എഴുതി വെച്ച ലേഖനം നിങ്ങൾ ശ്രദ്ധിക്കണം. അന്ധമായ കാന്തപുരം വിരോധം മനസ്സിൽ കുത്തിവെക്കാൻ ഒരുപാട് വരികൾ ആദ്യം എഴുതി വെച്ച ശേഷം അതിന്റെ അവസാനം അവർ എഴുതി വെച്ച വാചകം നേരത്തെ ഞാൻ കേൾപ്പിച്ച മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ച അതേ ആശയമാണ്. എന്താണതിൽ പറയുന്നതെന്നോ? ഞാനൊരു സാധാരണ മനുഷ്യൻ തന്നെയാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് പോൽ. വല്ലാഹി വല്ലാഹ്, ഇത് ശംസുൽ ഉലമയുടെ ആശയമല്ല, ഇത് കണ്ണിയത്ത് ഉസ്താദിന്റെ ആശയമല്ല, ഇത് നിങ്ങൾക്ക് ഇന്ന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരുടെ ആശയമല്ല. ആ പണ്ഡിതന്മാരെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെ പ്രസ്ഥാനത്തിൽ കേറിക്കൂടിയ ചില മൗലവിമാരുണ്ട്. ആ മൗലവിമാര് പ്രചരിപ്പിക്കുന്ന ആശയങ്ങളാണ്. എന്നാൽ ഞങ്ങളെ നേതാവ് പഠിപ്പിച്ചത് എന്താണെന്നോ? ഇന്നീ ലസ്തുക ഹൈഅത്തിക്കൂ, ഞാൻ നിങ്ങളെ പോലെയല്ല, ഞാൻ നിങ്ങളെ പോലെയല്ല എന്നല്ലേ റസൂലുള്ള പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം പഠിപ്പിക്കാനല്ലേ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്തയുണ്ടാക്കിയത്. ആ ആശയം നിന്ന് പഠിപ്പിക്കുന്ന പ്രസിദ്ധീകരണം സുന്നി വോയിസ് ആണോ? സുന്നി അഫ്കാറാണോ? ഈമാനുള്ള മുസ്ലിങ്ങളാ, രാഷ്ട്രീയം 10 മിനിറ്റ് മാറ്റിവെച്ച്, സംഘടന 10 മിനിറ്റിന് മാറ്റിവെച്ച്, കാന്തപുരം വിരോധം 10 മിനിറ്റ് മുമ്പ് മാറ്റിവെച്ച് നിങ്ങൾ അല്ലാഹുവിനെ മനസ്സിലിരുത്തി ആലോചിച്ചോളൂ മുസ്ലിങ്ങളെ. ഞങ്ങളിതാ ഞങ്ങളെ കടമ നിർവഹിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ശംസുൽ ഉലമയുടെ പേര് പറയുന്ന ഒരു വിഭാഗത്തിന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ആസാറുകൾ നിന്ദിക്കേണ്ടി വരുന്നത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആസാറുകളെ നിസ്സാരപ്പെടുത്തേണ്ടി വരുന്നത് എന്നതിന്റെ ഉത്തരമാണ് ആ സുന്നി അഫ്കാർ. ഇത് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്താനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് കട്ടു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കട്ടു എന്ന് പറയാൻ ഈ മൈക്ക് പെർമിറ്റ് മതി, ഈ നാക്കു മതി. പക്ഷേ ഞങ്ങൾ റസൂലുള്ള അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പ്രസ്ഥാനം അത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. KM മൗലവി വന്നപ്പോ അങ്ങനെയാണ്. KM മൗലവി കേരളത്തിൽ വരുമ്പോ തലീകെട്ടുണ്ട് മുസ്ലിങ്ങളെ.
KM മൗലവി ഐക്യസംഘം ഉണ്ടാക്കിയപ്പോ താടിയുണ്ട്. നമ്മുടെ തങ്ങന്മാര് ഒല്ലിയിട്ടതുപോലെ പച്ച ഒല്ലിയുണ്ട് KM മൗലവിന്റെ തോളിൽ. നല്ല ഖതീബന്മാര് ഖുതുബ ഓതുന്നത് പോലെ കന്തൂറുണ്ട്. എന്തേ KM മൗലവിക്ക് പറ്റിയത്? തലീക്കെട്ടിന്റെ ഉള്ളിൽ ബിദ്അത്ത് കയറി. അങ്ങനെ തലീക്കെട്ടിന്റെ ഉള്ളിൽ ബിദ്അത്ത് ഒളിപ്പിച്ചു വെച്ച KM മൗലവിക്കാർ നിങ്ങളുടെ ഉലമാക്കളെ നിശബ്ദരാക്കി. നിഷ്കളങ്കരായ SKSFന്റെ സുഹൃത്തുക്കളെ നിങ്ങളെ വഞ്ചിച്ച് നിങ്ങളറിയാതെ നിങ്ങളെ ബിദ്അത്തിലേക്ക് കൊണ്ടുപോകുന്നു. KM മൗലവി അങ്ങനെയാണ്. ആദ്യം എന്ത് ചെയ്തു? സെബീൻ എടുത്തു, മൗലൂദ് ഓതാൻ തീരുമാനിച്ചു. മൗലൂദ് ഓതുമ്പോ സുഹൃത്തുക്കളെ KM മൗലവിക്ക് ഇങ്ങനെ ഓതി ഓതി വരുമ്പോ അതിൽ കുറെ കഥകളുണ്ട്. ഇങ്ങനെ ഇങ്ങനെ കുറെ കഥ പറയുന്നുണ്ട്. KM മൗലവി ഇതിങ്ങനെ വായിച്ചപ്പോ മൂപ്പർക്ക് ഇതിന്റെ ഒന്നും സനത് കിട്ടാനില്ല. അങ്ങനെ മൂപ്പര് സെബീനെ പൂട്ടിച്ചു. KM മൗലവിക്ക് സോക്കേട് തുടങ്ങിയത് അവിടുന്നാണ്. ഇബ്നു തൈമിയ്യക്കും സോക്കേട് തുടങ്ങിയത് അവിടുന്നാണ്. ആസാറുകളുടെ അടിത്തറയായി ഒരു സനദിന്റെ വിവാദം കൊണ്ടുവന്ന ലോകത്തെ ആദ്യത്തെ കക്ഷി ഇബ്നു തൈമിയ്യയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജാറത്തിങ്ങ പോകുന്നത് ശിർക്കാണെന്ന് പറഞ്ഞ ആദ്യത്തെ വ്യക്തിയും ഇബ്നു തൈമിയ്യയാണ്. അതിനെ ഗണ്ണിക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. സുഹൃത്തുക്കളെ, ഇതാരെയും കക്ഷി ചേർക്കാനല്ല ഞാൻ പറയുന്നത്, ദീനിന്റെ ഹുക്മ് പറയുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്. KM മൗലവിക്ക് അതുപോലെ എന്ത് ചെയ്തു പറയുന്നത്? KM മൗലവി മുംബൈ നേർച്ച നടത്താൻ തെങ്ങ് വഖഫ് ചെയ്ത കക്ഷിയാ. നേർച്ചക്ക് അരി വിതരണം നടത്തുകയും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്ത വ്യക്തിയാണ്. എന്തേ കുഴപ്പം? തലീക്കെട്ടിലായിട്ടല്ല, തലീക്കെട്ടിന്റെ ഉള്ളിൽ മെല്ലെ മെല്ലെ ബിദ്അത്ത് കയറി. ആദ്യം സബീനയിലെ പലതിനും സനത് കിട്ടിയില്ല. പിന്നെങ്ങനെ മക്ബറയിൽ കൂടെ മൂപ്പര് സിയാറത്തിന് പോയപ്പോ പല മക്ബറയിലും ചെന്ന ഇത് ആരാ എവിടുന്നാന്നൊന്നും അറിയില്ല. വിശ്വാസികൾ ആദരിച്ചു പോരുന്നു എന്ന ഒറ്റ തെളിവേ കിട്ടിയിട്ടുള്ളൂ. KM മൗലവിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് ഇന്ന് ആരംഭിക്കുന്നത്. പക്ഷേ ആ KM മൗലവിയുടെ വിദഅത്താണ് ഇന്ന്. അന്ന് 4-5 വിഷയത്തിലെ തർക്കം ഇന്ന് 300-ലധികം തർക്കങ്ങളായി പരിണമിച്ചത്. അതേ വ്യത്യാസം നമ്മൾ ഇവിടെ കാണുന്നു. നിങ്ങൾ വിധേയികളല്ല SKSFന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ നിഷ്കളങ്കരാണ്, നിങ്ങൾ വിവരമില്ലാത്തവരാണ്. എന്തിന്റെയൊക്കെയോ പേരിൽ നിങ്ങളുടെ മനസ്സിൽ കുത്തിവെച്ച കാന്തപുരം വിരോധത്തെ ഊർജമായി സ്വീകരിച്ച് നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് നിങ്ങൾ ആദരിക്കുന്ന ഉലമാക്കളെ നിശബ്ദരാക്കി നിങ്ങളെ ബിദ്അത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില KM മൗലവിമാർ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നത് നിങ്ങളെ ആഖിറം രക്ഷപ്പെടാൻ നിങ്ങളോടുള്ള ഗുണകാംക്ഷയോടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മെല്ലെ മെല്ലെ അതിങ്ങനെ വരിക. KM മൗലവിന്റെ തലീക്കെട്ട് സക്കരിയ സ്വലാഹിന്റെ തലമ കാണാനില്ല. തീയം തെങ്ങുമ്മ കയറുന്ന മാതിരിയാ ഇന്ന് മൗലവി ഖുത്ബ മിമ്പർമ കയറുക. KM മൗലവി കന്തൂറി ഒല്ലിയിട്ടിട്ടാ കയറി. ഇതേ പരിണാമം നമ്മുടെ സുഹൃത്തുക്കളുടെ സംഘടനയിലെ ചിലർക്ക് വരികയാണേ. അങ്ങനെയാണ് അഫ്കാറിൽ അള്ളാന്റെ ഹബീബ് സാധാരണക്കാരനാണ് വന്നത്. ഇനി നോക്കൂ നിങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് അബുല്ലാല മൗദൂദി ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്ന സമയത്ത് പർദ എന്നൊരു പുസ്തകം എഴുതി. ആ പർദ എന്ന പുസ്തകത്തിൽ മൗദൂദി പറയുന്നത്, ഒരു സ്ത്രീ പൊതുരംഗ പ്രവേശനം നടത്തിയാൽ, പൊതുപ്രവർത്തനത്തിനിറങ്ങിയാൽ ആ പെണ്ണിനെ കിട്ടിയ വടി കൊണ്ട് അടിച്ചാട്ടണം എന്നാണ്. അതേ അബുല്ലാല മൗദൂദിയുടെ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അനുമതി ഗാന്ധിജി ചോദിച്ചപ്പോ ജമാഅത്തുകാർ അന്ന് ഗാന്ധിജിക്ക് കൊടുത്ത നിബന്ധന 2-3 നിബന്ധനകളിൽ ഒരു ഷർത്ത് എന്താണെന്നറിയങ്ങള്? ഗാന്ധിജിയുടെ കൂടെ സ്ത്രീകൾ ഉണ്ടാകും, ആ സ്ത്രീകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേജിൽ കയറരുത് എന്നാണ്. പിന്നെ എവിടെയാണ് സ്ത്രീകൾ ഇരിക്കേണ്ടത്? നമ്മുടെയൊക്കെ വയല് കേൾക്കാൻ വേണ്ടി സ്ത്രീകൾ വരുമ്പോ നമ്മൾ മറകെട്ടി അപ്പുറത്തിരുത്തുന്നത് പോലെ ഇരുത്തണം. ഗാന്ധിജിക്ക് സ്ത്രീയുമായി സ്റ്റേജിൽ കയറാൻ പാടില്ല എന്നാണ് അന്ന് ഗാന്ധിജിക്ക് ജമാഅത്തെ ഇസ്ലാമി കൊടുത്ത ഷർത്ത്. പാറ്റ്ന സമ്മേളനത്തിൽ ഗാന്ധിജി ഒരു പ്രഭാഷകനെ ആയിരുന്നില്ല. അദ്ദേഹത്തെ വേദിയിൽ പോലും കയറ്റിയിട്ടില്ല. അദ്ദേഹം സമ്മേളനത്തിൽ വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ 4 ഉപാധികളോടെയാണ് സമ്മേളനത്തിന് വരാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രത്യേക പരിഗണനകൾ ഉണ്ടാകില്ല, സംസാരിക്കാൻ അവസരം ഉണ്ടാവില്ല, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ അവസരം ഉണ്ടാവും. സാധാരണഗതിയിൽ നിങ്ങളുടെ കൂടെ സ്ത്രീകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ കൂടെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരെ ഒപ്പം ഇരുത്താൻ പറ്റില്ല. സ്ത്രീകൾക്കായി സംവിധാനിച്ച പ്രത്യേകം സെക്ഷനിൽ മാറിയിരിക്കേണ്ടി വരും.
അബുല്ലാല മൗദൂദിന്റെ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാര് സ്ത്രീകളെ കൊണ്ടുവന്നത് നമ്മൾ വയലിന് സ്ത്രീകളെ കൊണ്ടുവരുന്നത് പോലെയാണ്. സ്വന്തം ഭാര്യയുടെ കൂടെ ജമാഅത്തുകാരന്റെ സ്റ്റേജിലിരിക്കാൻ ഗാന്ധിജിക്ക് അനുമതി കൊടുക്കാത്ത ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്നത്തെ അമീർ ആരിഫ് അലി മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തൊരു സമ്മേളനം നടത്തിയപ്പോ അയൽവാസിന്റെ ഭാര്യന്റെ കൂടെയാണ് ആരിഫ് അലി ഇരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ഗാന്ധിജിക്ക് സ്വന്തം ഭാര്യന്റെ കൂടെ ഇരിക്കാൻ അനുമതി കൊടുക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്നത്തെ അമീർ ആരാന്റെ ഭാര്യമാരുടെ കൂടെയായിരിക്കുന്നത്? ഒരാമ്പർന്നോനും ബാക്കിയൊക്കെ പമ്പർന്നോളാണ്. അബുല്ലാല മൗദൂദി ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണ വേളയിലോ മൗദൂദി മരിക്കുന്നത് വരെയോ ഏതാണ്ട് 10-20 കൊല്ലത്തിന്റെ മുമ്പ് വരെയോ ജമാഅത്തെ ഇസ്ലാമിയുടെ മുശാവറയിൽ ഒരു സ്ത്രീയില്ല. പരിണാമങ്ങൾ വന്നു. ഇതുപോലെയല്ലേ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ട് വരക്കൽ തങ്ങളെ കാലത്ത് സമസ്തയുടെ കൊടിയും കെട്ടിയിട്ട് ഒരു പെണ്ണിനെ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? മഹാനായ പാങ്ങിലൂര് കൊണ്ടുവന്നിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് കൊണ്ടുവന്നിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ഇല്ല. എന്നാൽ മറുഭാഗത്ത് നമ്മുടെ സഹോദര സംഘടനയിലെ ഉലമാക്കളെ നിശബ്ദരാക്കി അവർക്ക് പറയാനും പ്രവർത്തിക്കാനും അധികാരം കൊടുക്കാതെ ആ സംഘടനയെ ഹൈജാക്ക് ചെയ്ത ചില ബിദഈ മൗലവിമാർ സൃഷ്ടിച്ചെടുത്ത ആളുകൾ ആ പണ്ഡിത സംഘടനയെ കൊണ്ടുപോയത് എവിടേക്കാണെന്ന് നോക്കൂ. കണ്ണൂർ ജില്ലയിൽ SKSSFന്റെ കീഴിൽ നടത്തിയ ഒരു മയ്യത്ത് പരിപാലന ക്ലാസ് ആണ്. സുഹൃത്തുക്കളെ, ഇതിലൊരു കെലിമത്ത് വഞ്ചനയില്ല. കളവ് പറഞ്ഞ് ദീൻ പ്രചരിപ്പിച്ചത് കൊണ്ട് ദുനിയാവിൽ പ്രസ്ഥാനം വളരുമെന്നോ ആഖിറത്തിൽ കൂലി കിട്ടുമെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വല്ലാഹി വല്ലാഹി അനുഭവപ്പെട്ടതും ബോധ്യപ്പെട്ടതുമായ ഹക്കല്ലാതെ ഈ വിശ്വാസികളുടെ മുന്നിൽ എന്റെ നാക്കുകൊണ്ട് ഞാൻ വിളിച്ചു പറയില്ല. SKSSFന്റെ എടയന്നൂർ ശാഖാ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു മയ്യത്ത് പരിപാലന ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ണൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ റോസ്നി ഖാലിദാണ്. ആ സ്റ്റേജിന്റെ പിറകിൽ SKSSFന്റെ കൊടിയുണ്ട്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉയർത്തിയ, പാങ്ങിലൂര് പിടിച്ച, ശംസുൽ ഉലമ പിടിച്ച സമസ്തയുടെ പതാകയുണ്ട്. ഒരു സ്ത്രീ പ്രസംഗിക്കുന്നു, തൊട്ടടുത്ത് ആമ്പറന്നന്മാര് പെണ്ണിന്റെ വായും നോക്കിയിരിക്കുന്നു. ഓ SKSSFന്റെ കൂട്ടുകാര്, SKSSFന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളല്ല, നിങ്ങൾ ഞങ്ങളെ എതിരാളികളല്ല, നിങ്ങൾ ഞങ്ങളെ അനുജന്മാരാണ്, അയൽവാസികളാണ്, നാട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്. അതേ സമയത്ത് നമുക്കൊക്കെ ഒരേ ശത്രുവേ ഉള്ളൂ. നമ്മുടെ ശത്രുക്കൾ വിദഗ്ധകാരാ, നമ്മുടെ ശത്രുക്കൾ വഹാബികളാണ്. ആദർശപൊരുത്തമുള്ള സുന്നികൾ കലഹിക്കേണ്ടവരല്ല, കലാപം കൂട്ടേണ്ടവരല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ മൗദൂദിയിൽ നിന്ന് ആരിഫ് അലിയിലേക്കുള്ള ദൂരമല്ലേ വരക്കൽ മുല്ലക്കോയ തങ്ങളിൽ നിന്ന് ചെറുശ്ശേരി ഉസ്താദിലേക്കുള്ളത് എന്ന് ഞാൻ ചോദിച്ചാൽ അത് ആക്ഷേപമാകൂല മുസ്ലിങ്ങളെ, അതൊരു വസ്തുതയേ ആകുള്ളൂ. ഇതൊരു ഹക്കല്ലേ? ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? ആ പ്രസ്ഥാനത്തിലെ ഉലമാക്കളെ നിശബ്ദരാക്കി, ആ പ്രസ്ഥാനത്തിലെ ഉലമാക്കളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ നിങ്ങളെ പോലെയുള്ള നല്ലവരായ മുസ്ലിങ്ങളെ മനസ്സുകളിൽ കാന്തപുരം വിരോധം കുത്തിവെച്ച് നിങ്ങളെ കൊണ്ടുപോകുന്നത് എവിടേക്കാണെന്നറിയുമോ? നിങ്ങൾ സുന്നികളാണ്, നിങ്ങളെ ഉലമാക്കളും സുന്നികളാണ്. പക്ഷേ അവരെയൊക്കെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെ ഈമാൻ കവർന്നെടുക്കുന്ന ചില KM മൗലവിമാർ നിങ്ങളെ കൂട്ടത്തിലുണ്ടേ മുസ്ലിങ്ങളെ. അവരാണ് ആസാറിനെതിരെ തെറി പറയിപ്പിക്കുന്നത്, അവരാണ് റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തുന്നത്, അവരാണ് ഉലമാക്കളെ ചീത്ത പറയിപ്പിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ തെക്കൻ ജില്ലകളിൽ നിന്ന്